വെൽക്കം ടു മാസ്റ്റർ സ്ട്രോക്ക് എഡ്യൂക്കേഷൻ ചാനൽ. ഞാൻ വേണുഗോപാൽ. നമ്മളിന്നൊരു പുതിയ സബ്ജക്റ്റാണ് തുടങ്ങുന്നത്. അതായത് ധാരാളം കുട്ടികൾ PSC അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് അവർ ഓൺലൈൻ ക്ലാസ്സുകൾ ധാരാളമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും കുട്ടികൾ. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് പരീക്ഷയുടെ PSCയുടെ ആയാലും മറ്റു പരീക്ഷകളുടെയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ട്രെൻഡ് അനുസരിച്ച് കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇപ്പം സ്വകാര്യ മേഖലയിലായാലും ഗവൺമെന്റ് മേഖലയിലായാലും കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് ആൾക്കാർ അല്ലെങ്കിൽ കുറെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസും മോഡലിലും ഒക്കെ കുറെ പാറ്റേണിലും ഒക്കെ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ചിന്തിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതാൻ കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ കുറച്ച് ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി PSC പരീക്ഷയ്ക്കും മറ്റും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈഫ് ക്ലോസിനെ സംബന്ധിച്ചുള്ള ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ അത് പ്രാഥമികമായിട്ടൊന്ന് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈഫ് ക്ലോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. അത് ഈഫ് ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് എ ക്ലോസ്. എന്താണ് ഒരു ക്ലോസ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഹാവിങ് എ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷനുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു വെർബും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, he reads novel. He reads novel. ഇത് ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട്, ഒന്നോ രണ്ടോ മൂന്ന് വാക്കുണ്ട്. അപ്പം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇനി സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ സബ്ജക്റ്റ് ഉണ്ട്, അത് ഹി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ്. വെർബ് റീഡ്സ് ആണ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഉണ്ട്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ള വാക്കുകളുടെ കൂട്ടമാണ്. ദിസ് ക്യാൻ ബി കോൾഡ് ആസ് എ ക്ലോസ്. This can also be called as a sentence. ഇതിനെ ഒരു സെന്റൻസ് എന്നും പറയും. ബിക്കോസ് ദിസ് ഹാസ് എ കംപ്ലീറ്റ് സെൻസ്. ഇതിനൊരു കംപ്ലീറ്റ് സെൻസ് ഉണ്ട്. ഹി റീഡ്സ് എ നോവൽ. അവനൊരു നോവൽ വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണമായ അർത്ഥമുണ്ട്. അപ്പം അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ ക്ലോസ് ആൾസോ. ഇത് ക്ലോസും കൂടെ. കാര്യം ക്ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിനകത്തുണ്ട്. അതായത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കുകയും വേണം. അപ്പൊ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം, കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കണം. അത് ഇതിനകത്തുണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഇനി ഇത് കൂടാതെ സെന്റൻസും ക്ലോസും കൂടാതെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും, പക്ഷെ കംപ്ലീറ്റ് സെൻസ് കാണത്തില്ല. അതിന് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. PHRACE, ഫ്രേസ്. അതുകൊണ്ട് നല്ല ഫ്രേസ് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷെ അതിനൊരു കംപ്ലീറ്റ് സെൻസ് കാണത്തില്ല. കംപ്ലീറ്റ് സെൻസ് കാണത്തില്ല. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ കാണത്തില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഇത് ഒരു ക്ലോസ് ആണ്. പൂർണ്ണമായ അർത്ഥം വന്നതുകൊണ്ട് ഇതിനെ നമ്മളൊരു സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ദിസ് ക്യാൻ ആൾസോ ബി കോൾഡ് ആസ് എ സിമ്പിൾ സെന്റൻസ്. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ സിമ്പിൾ സെന്റൻസ് അല്ലെങ്കിൽ ഈ ക്ലോസിനെ നമ്മൾ വലുതാക്കാൻ പോവാണ്. whenever he gets time. ആ സെന്റൻസ് കുറച്ചുകൂടെ വലുതായി. He reads a novel. Whenever he gets time. He reads novel. Whenever he gets time. അവൻ നോവൽ വായിക്കുന്നു. എപ്പോഴൊക്കെയാണോ അവന് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നോവൽ വായിക്കുന്നത്. അപ്പൊ whenever he gets time എന്ന് പറയുന്നത് അടുത്ത പാർട്ടാണ്. സെന്റൻസിന്റെ വേറൊരു പാർട്ടാണ് whenever he gets time. അപ്പൊ ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു വെർബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ വാക്കുകളുടെ കൂട്ടമായിരിക്കണം സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. വാക്കുകളുടെ കൂട്ടം എന്ന് പറയാൻ 1, 2, 3, 4 വാക്കുണ്ട്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. Therefore this is also a clause. ഇതും ഒരു ക്ലോസ് ആണ്. ബട്ട് ദിസ് cannot be called as a sentence. ഈ രണ്ടാമത്തെ ഭാഗത്തിന് ഒരു സെന്റൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? വാക്കുകളുടെ കൂട്ടമുണ്ട്, പക്ഷെ കംപ്ലീറ്റ് സെൻസ് ഇല്ല, പൂർണ്ണമായ അർത്ഥമില്ല. whenever he gets time എന്ന് പറഞ്ഞാൽ അവന് സമയം കിട്ടുമ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തിനെ നമുക്കൊരു സെന്റൻസ് വിളിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇതൊരു ക്ലോസ് ആയിട്ട് വിളിക്കാം.
ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം വേണമെന്നില്ല. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്കുകളുടെ കൂട്ടമായിരിക്കണം, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇവിടെ പൂർണ്ണമായ അർത്ഥം കിട്ടി, പക്ഷെ ഇവിടെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. പൂർണ്ണമായ അർത്ഥം വേണമെന്ന് നിർബന്ധമില്ല. പൂർണ്ണമായ അർത്ഥമില്ലെങ്കിലും സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. അപ്പൊ ദിസ് ഈസ് ആൾസോ എ ക്ലോസ്. വെനെവർ ഹി ഗെറ്റ്സ് ടൈം ഈസ് എ ക്ലോസ് ആൻഡ് ഹി റീഡ്സ് നോവൽ ഈസ് ആൾസോ എ ക്ലോസ്. therefore ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ്, ഇത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ അർത്ഥം കിട്ടുന്നതിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യം, അത് ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. ബട്ട് ദിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. വെനെവർ ഹി ഗെറ്റ്സ് ടൈം എന്ന് പറഞ്ഞാൽ അതിനൊരു പൂർണ്ണമായ അർത്ഥം കിട്ടണമെങ്കിൽ ദിസ് പാർട്ട് ഹാസ് ടു ഡിപെൻഡ് അപ്പോൺ ദിസ് പാർട്ട്. ഈ പാർട്ടിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിനോട് ചേർന്നെങ്കിലേ ഇതിന് പൂർണ്ണ അർത്ഥം കിട്ടത്തുള്ളൂ. അവൻ എപ്പോഴൊക്കെയാണ് അവന് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ അവൻ നോവൽ വായിക്കുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗത്തിന് പൂർണ്ണമായ അർത്ഥം കിട്ടണമെങ്കിൽ ഈ ഭാഗത്തെ ആശ്രയിക്കണം. പക്ഷെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്, അവൻ ഒന്നിനെ ആശ്രയിക്കണ്ട. ഫസ്റ്റ് പാർട്ട് ഈസ് കാൾഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ആദ്യത്തെ ഭാഗത്തിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയും, ഓർ മെയിൻ ക്ലോസ്, ഇതിനെ മെയിൻ ക്ലോസ് എന്നും പറയും, ഓർ പ്രിൻസിപ്പൽ ക്ലോസ് എന്നും പറയും. ഇങ്ങനെ 3 പേരിൽ അറിയപ്പെടും ആദ്യത്തെ ഭാഗത്തിന്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നുണ്ട്, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്, വാക്കുകളുടെ കൂട്ടമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ക്ലോസ് എന്ന് വിളിക്കുന്നത്. പൂർണ്ണ അർത്ഥം കിട്ടുന്നതുകൊണ്ട് അതിനെ ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് പറയും. പക്ഷെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വെനെവർ ഹി ഗെറ്റ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായ അർത്ഥമില്ല, പക്ഷേ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് അതും ഒരു ക്ലോസ് ആണ്. പക്ഷെ പൂർണ്ണമായ അർത്ഥമില്ലാത്തതുകൊണ്ട് ദാറ്റ് ഈസ് എ ഡിപെൻഡന്റ് ക്ലോസ്. അതിനെ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയും, ഡിപെൻഡന്റ്. അത് കാരണം പറഞ്ഞാൽ ഈ ഭാഗം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണം എങ്കിലേ അതിന് പൂർണ്ണ അർത്ഥം കിട്ടത്തുള്ളൂ. അതിനെ ഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഡിപെൻഡന്റ് ക്ലോസ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. therefore the first part is independent clause and the second part is dependent clause, or this is main clause and this is subordinate clause. ഇതാണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ, അതായത് പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അത് പിന്നെ പൂർണ്ണമായ അർത്ഥം തരാം, പൂർണ്ണമായ അർത്ഥം ഇല്ലാതെ ഇരിക്കാം, എന്നാലും അത് ക്ലോസ് എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെന്റൻസിലെ രണ്ടാമത്തെ ഭാഗത്താണ് പിന്നെ സബോർഡിനേറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. വെനെവർ ഹി ഗെറ്റ്സ് ടൈം, അതിന് പൂർണ്ണ അർത്ഥമില്ലാത്തതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസ്. ഇനി സബോർഡിനേറ്റ് ക്ലോസ് ആദ്യം വരും. ഫോർ എക്സാമ്പിൾ ദി സ്റ്റുഡന്റ് വർക്ക്ഡ് ഹാർഡ്. അതെന്ന് പറഞ്ഞാൽ ദോ ദി സ്റ്റുഡന്റ് വർക്ക്ഡ് ഹാർഡ്, he failed. അവൻ പരാജയപ്പെട്ടു. ഹി ഫെയിൽഡ് എന്ന് പറയാൻ കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, അവൻ പരാജയപ്പെട്ടു. അതൊരു ക്ലോസ് ആണ്, സബ്ജക്റ്റ് ഉണ്ട് വെർബും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ദോ ദി സ്റ്റുഡന്റ് വർക്ക്ഡ് ഹാർഡ്, വർക്ക്ഡ് എന്നുള്ളത് ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ട്, വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ വെർബുണ്ട്. അപ്പൊ ദോ ദി സ്റ്റുഡന്റ് വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് വർക്ക് ചെയ്തെങ്കിലും, ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും അവിടെ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആദ്യത്തത് ദോ വന്നുകൊണ്ട്. ദോ ദി സ്റ്റുഡന്റ് വർക്ക്ഡ് ഹാർഡ് ഹി ഫെയിൽ എന്നിട്ട് അവൻ തോറ്റു. അപ്പൊ ഇവിടെ ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ഉണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ് രണ്ടാമതും സബോർഡിനേറ്റ് ക്ലോസ് ആദ്യവും വന്നു. അപ്പൊ ഇതും ഇങ്ങനെയും വരാം, രണ്ടാമതും വരാം സബോർഡിനേറ്റ് ക്ലോസ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നാൽ അത്തരം സെന്റൻസുകളെ കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ് ഞാൻ ആദ്യം പറഞ്ഞത് സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം വന്നു, അതുകൊണ്ട് അതിനെ സിമ്പിൾ സെന്റൻസ് വിളിച്ചു. നമ്മളൊരു 2 സബ്ജക്റ്റും പിന്നെ അതുപോലെ തന്നെ 2 വെർബും ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ 2 സെന്റൻസുകളും കോംപ്ലക്സ് സെന്റൻസുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം, കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്ലോസ് എന്താണ്? 2 തരം ക്ലോസ് ഉണ്ട്, പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളുടെ കൂട്ടമായിരിക്കും, പൂർണ്ണ അർത്ഥം ഉണ്ടായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ കൂട്ടമായിരിക്കും, പക്ഷേ പൂർണ്ണ അർത്ഥം ഉണ്ടായിരിക്കത്തില്ല. അത് മറ്റൊരു ക്ലോസിനെ ആശ്രയിക്കേണ്ടി വരും അതിന് പൂർണ്ണ അർത്ഥം കിട്ടാൻ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യമാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇഫ് ക്ലോസിനെ കുറിച്ച് പറയും. അപ്പൊ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അതും പഠിപ്പിക്കും. അപ്പൊ അതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പ്രയാസമില്ലാതെ പോകാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.